പക്ഷെ ഒരു ഇതിന്റെ പേര് നടപടിയെടുത്ത ആളെ ഓടിപ്പോയി CPM കെട്ടിപ്പിടിച്ച് ഷാളിട്ട് ഇങ്ങനെ ഒരു സംസ്കാരം CPM കണ്ടിട്ടില്ല. അദ്ദേഹം നിങ്ങൾ ധൈര്യമായി പൊക്കോ, ഞങ്ങളെല്ലാം ഉണ്ട് പറഞ്ഞു. കണ്ടില്ലേ, ഒരു 24 മണിക്കൂർ പോലും ആ പാർട്ടി നിൽക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നൊരു തെളിവാണ് അപ്പൊ തന്നെ മാറി വന്നത്. അദ്ദേഹം കുറ്റം തെറ്റും മാപ്പും പറഞ്ഞ് മാപ്പ് അപേക്ഷയായിട്ട് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ചവിട്ടി പുറത്താക്കുന്ന സംസാരം കോൺഗ്രസിനില്ല. ആര് വന്നാലും അത് കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് അതിന്റെ ഭാഗമാണ് സ്വീകരിച്ചത്. അല്ലാണ്ട് വേറൊരു മാറ്റം അതിനകത്ത് തങ്കപ്പെട്ട പുറത്താക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് അതെ പുറത്താക്കി അദ്ദേഹം അതിനെതിരെ നിങ്ങൾ CPMകാര് ഓഫീസ് കൊണ്ട് സ്വീകരിച്ചു. അത് ശരിയല്ല പറഞ്ഞാൽ അത് തെറ്റാണ്, ഞാൻ അന്ന് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്നൊക്കെ പറയിപ്പിച്ചു. അതൊക്കെ തെറ്റാണ് എന്ന് അയാൾ മാപ്പ് പറഞ്ഞ് എന്നെ മാപ്പ് പറയാൻ ഒരു വീട്ടിൽ വന്നാൽ ചവിട്ടി തള്ളുന്ന സംസ്കാരം കോൺഗ്രസിനില്ല. ഒരു മിനിറ്റ് പറഞ്ഞുതരാം. അപ്പൊ അദ്ദേഹം ആ നടപടി അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും മാറ്റൂല. അപ്പൊ അദ്ദേഹം ആ പറഞ്ഞതിനും നിങ്ങൾ പറയിപ്പിച്ചതിനും മാപ്പ് പറയാനും ആ തെറ്റായിരുന്നു എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഒരു ഇതിന്റെ പേര് നടപടിയെടുത്ത ആളെ ഓടിപ്പോയി CPM കെട്ടിപ്പിടിച്ച് ഷാളിട്ട് ഇങ്ങനെ ഒരു സംസ്കാരം CPM കണ്ടിട്ടില്ല. അദ്ദേഹം നിങ്ങൾ ധൈര്യമായി പൊക്കോ, ഞങ്ങളെല്ലാം ഉണ്ട് പറഞ്ഞു. കണ്ടില്ലേ, ഒരു 24 മണിക്കൂർ പോലും ആ പാർട്ടി നിൽക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നൊരു തെളിവാണ് അപ്പൊ തന്നെ മാറി വന്നത്. അത് പാർട്ടിയാണ് അത് ആലോചിക്കും. ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആ നടപടി ഒരു കാര്യം, ആ പരാതി തന്നതിന്റെ പേര് നടപടി ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെന്താ കേക്കട്ടെ, ഏത് തൂക്കിക്കൊല്ലാൻ പോണ പ്രതിരോധം കോടതി ചോദിക്കും അവസാന വാക്കുന്നത് വീണ്ടും അയാൾ പറഞ്ഞതിന് ശേഷം അതിന് പറഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം വരുന്നല്ലേ, അത് കേക്കട്ടെ. അയാൾ അതന്നെ, അത് നിങ്ങളല്ലേ പറയുന്നത്, അത് അയാൾ ഇല്ലാന്ന് പറഞ്ഞല്ലോ. അയാൾ അത് മാപ്പ് പറഞ്ഞല്ലോ, ഇല്ല തെറ്റാണെന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ ഇല്ല, ഞാൻ പറഞ്ഞ കൂടെ തെറ്റായിരുന്നു പറഞ്ഞാൽ പിന്നെന്താ പറയണോ? നടപടി ഉണ്ടല്ലോ, നിലവിലുണ്ടല്ലോ. ഇന്നലെ വരെ ഒരു മിനിറ്റ് ഒരു മണിക്കൂർ മുമ്പ് വരെയുള്ള നടപടി അപ്പൊ തന്നെ ഉണ്ട്. ഈ ബാഹ്യശക്തികൾ കേട്ടല്ലോ, എനിക്ക് നല്ലതൊക്കെ കൊടുത്താൽ മതി. ഈ ബാഹ്യശക്തികൾ ഇടപെട്ട് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ഈ ബാഹ്യശക്തി അത് അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. ആരൊക്കെയാണ് ഇങ്ങനെ പറയിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തെന്ന് അദ്ദേഹത്തിനല്ലേ അറിയൂ. എനിക്കറിയാം. ഈ പ്രാദേശികമായിട്ട് വലിയ ശക്തിയുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ റിയാസ് അൽച്ചമ്പാറ. റിയാസ് എന്റെ കഴിഞ്ഞ അഭിപ്രായം. ഓക്കെ, നടപടിയില്ല ഉണ്ടല്ലോ, നടപടി എടുത്ത് നിൽക്കുകയാണല്ലോ. നടപടി തുടരും. അതിന്റെ പേരിലാണ് നടപടി എത്തിക്കുക. അത് അങ്ങനത്തെ തുടരും.